വില്ലൻ കഥാപാത്രങ്ങളുമെല്ലാം തിലകൻ എന്ന അഭിനയ പ്രതിഭയ്ക്ക് വഴങ്ങി. എമോജ് ഫറൂഖിന്റെ വിയോഗത്തിൽ ജിദ്ദയിലെ പ്രവാസി സമൂഹവും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. തിലകന്റെ വിയോഗം മധ്യ തിരുവിതാംകൂറിലെ മലയോര പ്രദേശമായ മുണ്ടക്കയം നിവാസികൾക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. തിലകൻ വളർന്നതും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടകാഭിനയം തുടങ്ങിയതുമെല്ലാം ഇവിടെ നിന്നായിരുന്നു. സഹപാഠികളും അടുത്ത സുഹൃത്തുക്കളുമായ ജയ്ഹിന്ദ് ചെല്ലപ്പനും സാമുവലിനും തിലകൻ ഇന്നും മരിക്കാത്ത ഓർമ്മകളാണ്. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഭാരതത്തിന്റെ സാംസ്കാരിക പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500-ലധികം പ്രതിഭകൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. മരണത്തിലേക്ക് നടന്നെടുക്കും മുൻപ് ഉജ്ജ്വലമായ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചു തീർത്തിരുന്നു തിലകൻ. ഹിജഡയെ വേഷമിട്ട അർദ്ധനാരിയാണ് തിലകൻ അവസാനമായി അഭിനയിച്ച ചിത്രം. അടുത്ത മാസം ചിത്രം പുറത്തിറങ്ങും. വാർത്തകളുമായി ജയ്ഹിന്ദ് ന്യൂസ്. സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികൾ വൈകുന്നത് തെറ്റായ സൂചനകളാണ് നൽകുന്നതെന്ന് CII സദേൺ റീജിയണൽ ചെയർമാൻ ക്രിസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ദേശീയപാതയുടെ വീതി 45 മീറ്ററെങ്കിലും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ തിലകന്റെ കണ്ണീരിന് കാരണമായവരാണ് ഇപ്പോൾ തിലകന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നതെന്ന് പ്രമുഖ സംവിധായകൻ സോഹൻ റോയ് ദുബായിൽ പറഞ്ഞു. തന്റെ ഹോളിവുഡ് സിനിമയായ ഡാം 999 നിന്ന് സിനിമാ സംഘടനകളുടെ നിർബന്ധം മൂലം തിലകനെ ഒഴിവാക്കേണ്ടി വന്നത് ക്രൂരമായി പോയെന്നും സോഹൻ റോയ് തുറന്നടിച്ചു. ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഹർത്താലിനെതിരെ പ്രതികരിക്കാൻ വ്യത്യസ്ത ആശയ സമരവുമായി വീണ്ടും ഹർത്താൽ വിരുദ്ധ മുന്നണി പ്രവർത്തകർ രംഗത്തെത്തി. കണ്ണൂർ പയ്യാമ്പലത്ത് ശ്മശാനത്തിൽ ഹർത്താലിനെ കല്ലറയിലടക്കുകയാണ് മുന്നണി ഇത്തവണ ചെയ്തത്.